അമേരിക്കയും ഇറാൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത് ഉപാധികളോടുകൂടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ചർച്ച അവസാനിപ്പിക്കാം എന്ന വാർത്തയാണ്. അതിൽ പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ ഇറാനെ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് ഇസ്രായേലിൻ്റെ പുതിയൊരു പ്രഖ്യാപനമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് എത്താൻ പാകത്തിലുള്ള ഒരു മിസൈൽ പോലും അമേരിക്കയുടെ ഭാഗത്തേക്ക് എത്തില്ല, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന ഒരു മിസൈൽ പോലും ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയ മിസൈലുകളെ നിർവീര്യം ചെയ്യണം അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്ത് അതങ്ങോട്ട് ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിനി ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് നിൽക്കേണ്ടതുള്ളൂ എന്ന ഒരു പ്രഖ്യാപനമാണ് നെതന്യാഹുയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ ഈ നെതന്യാഹുമായിട്ട് ഡയറക്റ്റ് ഇതുവരെ ഇറാൻ ചർച്ചയ്ക്ക് വരാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം വെറും പ്രഖ്യാപനമായിട്ട് ഒതുങ്ങുമോ, അതല്ല ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ട്രംപ് ഈ വിഷയം തന്നെ ഇറാനോട് പറയുമോ എന്നതാണ് ഈ പറയേണ്ടതുള്ളൂ. കാരണം ഈ 2 ദിവസം മുമ്പ് അഥവാ മെനഞ്ഞാന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് അടച്ചിട്ട റൂമിൽ നിന്ന് സംസാരിക്കുകയും ഒന്നും നടന്നിട്ടില്ല എന്ന് നമ്മളൊക്കെ കൊട്ടിഘോഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം രേഖയാക്കി തിരിച്ച് നെതന്യാഹുവിൻ്റെ ജാരസന്തതിയായിട്ടുള്ള ഏറ്റവും കിരാതമായ രാഷ്ട്രമായ ഇസ്രായേലിലേക്ക് തിരിക്കുകയും ചെയ്തു. അവിടെയാണ് ഇതെല്ലാം ചെന്നിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ യുദ്ധമാണെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊക്കെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഒളിച്ചോട്ടവും കാര്യങ്ങളൊക്കെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വഞ്ചനാപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും യുദ്ധം വേണ്ട എന്ന് പറയുന്നത് അത്രേ നമ്മൾ കാണേണ്ടതുള്ളൂ. അവിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത് ഒരു ഭാഗത്തുനിന്ന് പറയുന്നു ദിവസങ്ങൾ നീട്ടിത്തരുന്നു, മറ്റൊരു ഭാഗത്തുനിന്ന് മറ്റൊരു കക്ഷി പറയുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തന്നെ റെഡിയാണ്, പക്ഷേ ചർച്ചയാണെങ്കിൽ അത് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷേ ചർച്ചയ്ക്ക് വലിയ ഒരു വില കൊടുക്കേണ്ടി വരും. അത് മിസൈൽ സംവിധാനം ICBM അല്ല, ഇൻ്റർ കോർഡിനൻ്റ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യമല്ല ഇവർ പറയുന്നത്. ഈ ദീർഘദൂര മിസൈലുകൾ അത് വലിയ തോതിൽ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മിസൈൽ സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു രാജ്യമായി ഇറാൻ എപ്പോഴാണോ വരുന്നത് ആ സമയം നമുക്ക് ചർച്ചയെ പരിഗണിക്കാം. അതേപോലെ തന്നെ ആണവായുധ പദ്ധതിയുമായിട്ട് ഇറാൻ പോകൂല എന്നുള്ളത് ഏറെക്കുറെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തത വന്നിട്ടുണ്ട്. അവിടെ ഒരു ഡിമാൻഡ് വെച്ചത് നമ്മളുടെ ഈ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള 46 വർഷത്തോളം അനുഭവിക്കുന്ന ഈ വലിയ പ്രതിസന്ധികൾ നിങ്ങൾ ഒഴിവാക്കി തരണം, അഥവാ ഉപരോധങ്ങൾ ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ ഒരു കാരണവശാലും ഈ അണവായുധ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകില്ല. ഇത് ഒരു ഭാഗത്തു നിന്ന് ആണവായുധം അമേരിക്ക പറയുന്നു, മറ്റൊരു ഭാഗത്ത് നിന്ന് ഇസ്രായേൽ പറയുന്നു ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കണം. 2 കാര്യങ്ങളാണ്, പക്ഷേ ഓരോ രാജ്യം ഓരോ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് ഒരേ രാജ്യമാണ്, ഇറാനാണ്. അപ്പോൾ അവർ നടപ്പിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. അതാണെങ്കിലോ ആ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലകളിലുള്ള നട്ടലൊടിക്കുന്ന പാകത്തിലുള്ള ഒരു നിബന്ധനയാണ് ഇവർ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പുതിയ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നത് യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇത് അതിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തോന്നലുകൾ തോന്നിപ്പിക്കുക അല്ലെങ്കിൽ അതിനേക്കുള്ള കാരണങ്ങൾ ഉണ്ടാക്കിപ്പിക്കൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഉപരോധം നിർത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇറാൻ അതിന് മുന്നോട്ട് വന്നില്ല എന്ന് പറയിപ്പിക്കാനും ആ ലെവലിലേക്ക് ഈ കഥയെ മാറ്റിമറിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു എഴുതി വെക്കപ്പെട്ട ഒരു തിരക്കഥ മാത്രമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒട്ടനേകം കാര്യങ്ങൾ ഒരു രാജ്യം പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതിൻ്റെ അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ യുദ്ധം ആരംഭിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു കുതന്ത്രമാണ് എന്ന് പറയാൻ പറ്റും. അമേരിക്ക ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന സ്വഭാവം കാണിക്കുന്നു, മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് അകൽച്ചയും കാണിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വലിയ പ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും മിഡിൽ ഈസ്റ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ഞങ്ങളിപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അതെ, ഏതാനും ദിവസങ്ങൾക്കകം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു, അത് രേഖയാക്കി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അഥവാ ആ രേഖയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. 3 മണിക്കൂർ അടച്ചിട്ട റൂമിൽ വെച്ച് ചർച്ച ചെയ്യുകയും അവിടെ നിന്ന് പിരിഞ്ഞിറങ്ങുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ട്രംപ് മാത്രമേ അവിടെ പ്രതികരിച്ചിട്ടുള്ളൂ. പ്രധാനമന്ത്രി പറയുന്ന യുദ്ധം വേണമെന്നും ഞാൻ പറയുന്ന യുദ്ധം വേണ്ട ചർച്ച വേണമെന്നാണ്. ഒന്നും എവിടെയും ആയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവർ അവരുടെ വഴിക്ക് പോയി. അന്നേ നമ്മൾ പറഞ്ഞു ഇതൊരു വഞ്ചനാപരമായിട്ടുള്ളൊരു സമീപനമാണെന്ന്.
അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മൊത്തം ഒരാശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഇസ്രായേലിൻ്റെതാണ് പ്രഖ്യാപനമായിട്ട് വരുന്നത്. ഇതുവരെ ഇസ്രായേൽ പിന്നാക്കം പോവുകയും അമേരിക്ക ഇങ്ങനെ പ്രഖ്യാപനം നടത്തി വരികയും ആ ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രഖ്യാപനം, ഇൻ്റർകോണ്ടിനെൻ്റ് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും, മിസൈലിൻ്റെ ഒരു പരിധി നിശ്ചയിക്കുക, ഒരു 300 കിലോമീറ്റർ അപ്പുറം പോകാൻ പറ്റുന്ന ഒരു മിസൈലും ഇറാൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. എങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ കണ്ണും മൂക്കും മൂടിക്കെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും അറിയില്ല. കാരണം സത്യത്തെ നോക്കിക്കാണാൻ പോലും അവർക്കറിയില്ല. അത്രമേൽ പ്രഹരമായിട്ടുള്ള ഒരു സമീപനമാണ് ഗാസയിലും മറ്റുള്ള മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയുടെ കൊന്നിട്ട് രക്തം കുടിക്കുന്ന ടീമിനോട് എന്ത് കഥ പറയാനാണ്? അവരുടെ ആ ആളുകളാണ് ഇറാൻ്റെ മുമ്പിൽ വന്നിട്ട് വേദമോതുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ്, സമാധാനപ്രിയരാണ്. എന്തൊക്കെയാണ് ആബ്സിൻ ഫയലിലുള്ളതെന്ന് കേട്ടാൽ നമ്മൾ അറുപ്പ് തോന്നും, വലിയ പ്രയാസങ്ങൾ തോന്നും. ആ ലെവലിൽ കാഴ്ചപ്പാടൊക്കെ കാഴ്ചവെച്ച എപ്സ്റ്റീനും ജഫ്രിയും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. അവർക്ക് എന്തും ചെയ്യാൻ കഴിയും. അത്രമേൽ മനസ്സൊക്കെ എന്താ പറയുക, അത്ര കടുകട്ടിയായിട്ടുള്ള ടീമാണ്. ഇപ്പം ഇറാൻ്റെ മേലിൽ കടന്നുകയറ്റം നടത്തണം, പക്ഷെ അതിനൊരു ഗ്യാപ്പ് അന്വേഷിക്കാൻ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഗ്യാപ്പ് എങ്ങനെ കിട്ടണം? ഞങ്ങൾ ഓക്കെയാണെന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും കൊള്ളാവുന്നതല്ലാത്ത രൂപത്തിലുള്ള, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിബന്ധനകൾ വെച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത്. അതൊരിക്കലും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അറിയാം, ഇസ്രായേലിന് ഈ പറയുന്ന കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കില്ല. കാരണം ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളൊന്നും ഇറാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതിന് തുർക്കി പറയുന്നൊരു കാര്യമുണ്ട്. തുർക്കിയുടെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്, ഈ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളുമായി ചർച്ചയ്ക്ക് പോയാൽ വീണ്ടും ഒരു യുദ്ധം തുടങ്ങിയിരിക്കും നല്ലത്. കാരണം ഇറാൻ അത് അംഗീകരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പിന്നെ ആണവായുധ പദ്ധതിയുമായിട്ടുള്ള ചർച്ച പോലും ഇതുകൊണ്ട് തന്നെ ഇല്ലാതാകും. അമേരിക്ക ആണവായുധ പദ്ധതിയുമായി ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുന്നു. ഇസ്രായേലാകട്ടെ അതേ രാജ്യത്തിനോട് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചർച്ചയ്ക്ക് പോകുന്നു. രണ്ടും നടപ്പിലാക്കേണ്ടത് ആരാണ്? ഇറാനാണ്. പക്ഷേ ഈ രണ്ടിലും ഇറാന് തക്കതായ മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആണവോർജ്ജ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, രാജ്യത്തിൻ്റെ വെളിച്ചവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു യുറേനിയം ഉപയോഗിക്കുന്നത്, അല്ലാതെ അതൊരു ആയുധമാക്കി മാറ്റാനല്ല. രണ്ടാമത് ഈ ഒരു മിസൈൽ സംവിധാനം അതിൽ യാതൊരുവിധ കോംപ്രമൈസ് ഉണ്ടാവില്ല, ചർച്ചയില്ല എന്ന് വ്യക്തമായിട്ട് വെട്ടിത്തുറഞ്ഞ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ആര് തുടങ്ങും എന്നുള്ളത് ഈ ഒരു പ്രഖ്യാപനം വരുമ്പം നമുക്ക് തോന്നിപ്പോകുന്നത് ഇസ്രായേൽ ആദ്യം തുടങ്ങുമെന്നുള്ളതാണ്. ഇസ്രായേൽ തുടങ്ങിക്കഴിയുക എന്നതാണ് അമേരിക്കയുടെയും ആഗ്രഹം. കാരണം ആ ഒരു ചീത്തപ്പേര് അമേരിക്കയുടെ നെഞ്ചത്തേക്ക് കയറേണ്ട എന്നുള്ള ട്രംപ് തന്ത്രപരമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതോ ഇവനെ കൊണ്ട് തുടങ്ങിപ്പിക്കുക, ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തിവരുന്നത്. മിക്കപ്പോഴും ഇസ്രായേലായിരിക്കും ഇറാൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് സ്ഫോടനം നടത്തുന്നത്. കാരണം അമേരിക്കയ്ക്ക് തുടങ്ങാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിട്ടും അമേരിക്ക തുടങ്ങാതിരിക്കുന്നത്, അവിടെ പോയിട്ട് ആദ്യം അക്രമം നടത്തിയത് നിങ്ങളായിരുന്നില്ല എന്ന ചോദ്യം അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ അമേരിക്കൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എപ്പോൾ തുടങ്ങുന്നു അതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ട് അമേരിക്ക എല്ലാ ഫുൾ സപ്പോർട്ടോടുകൂടെ വരും. അതുവരെ അങ്ങനെ മുന്നോട്ട് പോകും. അത് തന്നെയാണ് മറഞ്ഞിരിക്കുന്ന രഹസ്യമാണെന്ന് തോന്നുന്നത്. ഇത്രയും കാലത്തെ ഈ വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ആ മേഖലയിലുള്ള വാർത്തകളൊക്കെ വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്താണെങ്കിലും ആകെ അരക്ഷിതാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട്. ഇനി ആര് എന്ത് എങ്ങനെ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.